റബ്ബർ കർഷകർക്ക് സബ്സിഡി അനുവദിക്കുക. റബ്ബർ കർഷകർക്ക് സബ്സിഡി അനുവദിക്കുക. ഈ ധർമ്മ 150 രൂപ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് 180 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പക്ഷേ ഉൽപ്പന്നത്തിന് ചുമത്തുന്ന ഇറക്കുമതി ചുങ്കം, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അത് കർഷകരിലേക്ക് തന്നെ എത്തിക്കാൻ നടപടി സ്വീകരിക്കണം എന്ന് പാർട്ടി ചെയർമാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്ന ഈ സമരം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം കൂടി കുറച്ചുകൂടി വിശദമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ റബ്ബർ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ, അത് ഷീറ്റായിരുന്നാലും റബ്ബറായിരുന്നാലും പാലായിരുന്നാലും അതെല്ലാം വ്യവസായ ഉൽപ്പന്നമായിട്ടാണ് റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വിലസ്ഥിരതാ ഫണ്ട് അത് ലഭിക്കുന്നില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് സമരത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ പ്രൊഫസർ ലോപ്പസ് പാത്തിസ, ഈ സമരകാകളത്തിന്റെ പടകധ്വനി ഉയർത്തിയ ഈ സമരം ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി, MP ശ്രീ തോമസ് ചാഴികാടൻ, XMP ശ്രീ ജോൺ മൈക്കിൾ MLA, ഈ സമരം ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കാനുള്ള സമരമായി ഇത് മാറുകയാണ്. ഇന്ത്യ കൃത്യമായി ഒരു പൈസ പോലും അഴിമതിയില്ലാതെ പണമുണ്ടെങ്കിൽ വ്യക്തമായി അത് കർഷകരുടെ അവരുടെ ബാങ്കിലേക്ക് ചെന്നെത്തുകയാണ്. കൃത്യമായി 6,28,000-ഓളം വരുന്ന കർഷകർക്ക് അതിന്റെ ലിസ്റ്റുണ്ട്. RPS വഴി ലിസ്റ്റുണ്ട്. അതിന്റെ ലിസ്റ്റ് റബ്ബർ ബോർഡിലുണ്ട്. കൃത്യമായി അതിന് നമുക്ക് വലിയ വൻകിടക്കാർക്കല്ല, ചെറുകിട കർഷകർക്കാണ് ലഭിക്കുന്നത്. ഞാൻ ചുരുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇറക്കുമതി ചുങ്കം അത് കർഷകന്റെ വിയർപ്പിന്റെ വിലയാണ്. അത് സർക്കാരിന് ആ പണമെടുത്ത് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കാന്നല്ല. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇറക്കുമതി ചുങ്കം വേണ്ടാന്ന് വെച്ചോളൂ. ഞങ്ങളെ അങ്ങ് കൊന്നേരെ, ഞങ്ങളെ ഇല്ലായ്മ ചെയ്തു. അതാണല്ലോ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള മുഴുവൻ കർഷകരുടെ ആ വേർപ്പിന്റെ വില അതൊക്കെ കാണാതെ ഇവിടെയുള്ള പ്ലാന്റേഷൻസിന്റെ ഹൈജാക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്.